ബി.ജെ.പി കുറ്റവാളികളെ ക്ലീനാക്കുന്ന വാഷിംഗ് മെഷീനാണെന്ന് കെ.സി. വേണുഗോപാൽ. ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും. കെജ്രിവാൾ കുറ്റക്കാരനാണോ എന്ന് തീരുമാനിക്കുന്നത് മോദിയല്ല. 4 ഘട്ട തെരഞ്ഞെടുപ്പുകളും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കുറ്റവാളിയെ തീരുമാനിക്കുന്നത് മോഡിയല്ലല്ലോ. ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കുറ്റവാളിയെ അവർ തീരുമാനിക്കുക. അതിന് നിയമപരമായിട്ടാണ്. കോടതി എന്താ പറഞ്ഞത്? മറ്റ് കേസുകളിൽ കോടതികൾ എന്താ പറയുന്നത്? ഒരാൾ ശിക്ഷ വിധിച്ച് കുറ്റവാളിയാകുന്നപ്പോഴാണ് നീതിന്യായ കോടതികളുണ്ടായി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യം, ഇതെല്ലാം ഇന്ത്യ മുന്നണി നേതാക്കന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്. ബി.ജെ.പിക്കാർ എന്ത് കുറ്റകൃത്യം നടത്തിയാലും, ഏത് ഹീനാശ്രമം നടത്തിയാലും അവർക്കെതിരെ ഒരു കേസും ഇല്ല. അവർക്കെല്ലാം വെള്ളപക്ഷം. ഇനി ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആരെങ്കിലും മുൻപ് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ബി.ജെ.പി ചേർന്നാൽ അപ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കും, ക്ലീൻ. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ കയ്യിലുള്ള വിജയമാണ്. ഈ മോദി പ്രധാനമന്ത്രി ഇത്തരം മോശം പരാമർശം നടത്തുന്നു. ഈ വിഷയത്തിലെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ ചുമതലപ്പെട്ട ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസിയാണ്. പക്ഷേ ഇന്ന് ഈ നാട്ടിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഉണ്ടോ? പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ പ്രസംഗം, ആ പ്രസംഗത്തിനെതിരായിട്ട് 100 കണക്കിന് പരാതികളാണ് ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പുതിയ കീഴ്വഴക്കം സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി പ്രസിഡന്റിന് നോട്ടീസ് അയച്ചു. ആ നോട്ടീസിന് എന്തായി എന്നുള്ള ഉത്തരവില്ല. അതിനുശേഷം അതിനേക്കാൾ കൂടുതൽ കടുത്ത ഭാഷയിലാണ് പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും. ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടിയും എടുക്കാതെയൊക്കെയാണ്. ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ളതാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ എന്തെങ്കിലും പരാതിപ്പെട്ടാൽ ആ പരാതികൾക്ക് യുക്തമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിരാശയോടുകൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ ഇലക്ഷൻ സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് ചില VVPAT കൗണ്ടിങ്ങിനടക്കം ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതാ പറഞ്ഞത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ സർവാധികാരിയായിട്ട് എല്ലാവരും അനന്തകാലത്തോളം ജയിലിലടക്കേണ്ട ഒരു ഏജൻസി അല്ലാന്നാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞതിൻ്റെ ഭാഷ്യം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താണ്? സഞ്ജയ് റാവത്തിനെ, ശിവസേന നേതാവിനെ ജയിലിൽ കൊണ്ടുപോയിച്ചു. കേസെന്ന് പറഞ്ഞു 2 മാസം ജയിലിൽ. അദ്ദേഹത്തിൻ്റെ കേസ് ഇപ്പം കേൾക്കാൻ പോലും ഇല്ല. രാഹുൽ ഗാന്ധിയെ 55 മണിക്കൂർ ചോദ്യം ചെയ്തു. നമുക്ക് ഓർമ്മയുണ്ട്, 58 മണിക്കൂർ. ആ കേസിൻ്റെ എന്താണെന്ന് ആർക്കും അറിയില്ല. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു. ഇപ്പം തന്നെ പല ആളുകളെയും ചോദ്യം ചെയ്ത ആളുകളെ വിട്ടയച്ചു കഴിഞ്ഞാൽ ആ കേസ് ED എടുക്കുന്ന കേസുകളിൽ 1% പോലും അത് ചാർജ് ഷീറ്റ് ഫയലിലാക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നതാണ്. ഇത് പൊളിറ്റിക്കൽ വെൻഡേറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളായി ഇത്രയും വിശ്വാസമുള്ള ഒരു ഏജൻസിയെ മാറ്റിക്കഴിഞ്ഞു. അത് BJPയുടെ ഒരു പോഷക സംഘടന. കേരളത്തിൽ ED തന്നെയാണോ ചെയ്യുന്നത്? കേരളത്തിൽ ED തന്നെയാണോ ചെയ്യുന്നത്? കേരളത്തിൽ ED ഇത് തന്നെയാണോ ചെയ്യുന്നത്? കാര്യങ്ങളുടെ ഒരു മുന്നോട്ടുള്ള പോക്ക് കാണുമ്പോൾ അത് തന്നെയാണ്. വരട്ടെ, എന്താണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരട്ടെ. ഓക്കെ.